ഹായ് ഹലോ വെൽക്കം ഓൾ ഓഫ് യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വ്ളോഗാണ് കേട്ടോ, ഒരു ചെറിയ വ്ളോഗാണ്. എനിക്ക് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസാണ് വാങ്ങാനുള്ളത്. അല്ലാതെ വേറെ എനിക്ക് ഒരു ഐറ്റവും വാങ്ങാനില്ല. എനിക്ക് കുറച്ച് കമ്മൽ, മാല ഇതൊക്കെ ഒന്ന് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും മേടിക്കണം. അതിനായിട്ടാണ് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ കുറേ ഡീക്ലട്ടർ ചെയ്തു. എനിക്ക് കുറേ ഉണ്ടായിരുന്ന പഴയതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് മാത്രമാണ് വെച്ചേക്കുന്നത്. സോ ഞാൻ ഈ ഒരു ഗ്രേ കളർ, ഡാർക്ക് ഗ്രേ കളർ ഔട്ട്ഫിറ്റാണ് ഇട്ടേക്കുന്നത്. ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പാണ്. നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ നമ്മളിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ക്ലോത്ത് എവിടെ നിന്ന് എടുത്തത്, തയ്ച്ചത് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് മറ്റേ കമ്പി വരുന്ന വളയുണ്ടല്ലോ, ഡാർക്ക് ഗ്രേ കളർ, ബ്ലാക്കായിട്ട് വരില്ല, ഒരു ഓക്സിഡൈസ്ഡ് മെറ്റൽ മാതിരി ഉണ്ടാവും. അങ്ങനത്തെ ഒരു മെറ്റലിൽ ഉള്ള വള അതിൽ സെറ്റായിട്ട് വരുന്നത്. അതിൻ്റെ നടുവിലുള്ള പ്ലെയിൻ ഐറ്റം മാത്രം ഒരു 3-4 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് പണി തരുന്ന എൻ്റെ ബ്രേസ്ലെറ്റ് സഹകരിക്കുന്നില്ല ഗൈസ് ആവശ്യ സമയത്ത്. ബ്ലാക്ക് കളർ ബീഡ്സും വൈറ്റ് കളർ ബീഡ്സും വരുന്നതുകൊണ്ട് ഈ ഔട്ട്ഫിറ്റിന് നന്നായിട്ട് മാച്ച് ആവും. എനിക്ക് ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സ് ആണ് വാങ്ങാനുള്ളത്. അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് നോക്കണം. നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതിയാട്ടോ പോണത്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ബസ്സിൽ പോകണം. അവിടെ ഒരു ഫാൻസി സെക്ഷൻ ഉണ്ട് ആ സൂപ്പർ മാർക്കറ്റിൽ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവിടെ പോയി നോക്കാം എന്നാണ് കരുതുന്നത്. നല്ല ബ്രേസ്ലെറ്റ്സ് കിട്ടുകയാണെങ്കിൽ മേടിക്കണം എന്ന് മാത്രമേ ഇപ്പം മൈൻഡിലുള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കുക ഗൈസ്, ഞാൻ അവിടെ പോയിട്ട് ഞാൻ മനസ്സിൽ കാണാത്ത കുറച്ച് സാധനങ്ങളും കണ്ടതും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കമ്മൽ, മാലയൊക്കെ ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യുകയാണ്. എടുത്തതൊക്കെ തിരിച്ച് വെക്കാം കേട്ടോ. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. എനിക്ക് അവിടെ വീഡിയോ എടുക്കാനായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല, എന്നാലും ഞാൻ എടുക്കുന്നു. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പുറത്തെ സൈഡാണ് എനിക്ക് നിൽക്കേണ്ടത്. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഈ സൈഡ് തണലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബസ് വരുമ്പോൾ നോക്കിയിട്ട് അപ്പുറത്ത് പോയാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ദൂരം നിന്നേ കാണാൻ പറ്റും ബസ് വരുന്നത്. പിന്നെ ഞാൻ ബസ്സൊക്കെ കിട്ടി വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഷോപ്പിലെത്തി. ഷോപ്പിൽ കണ്ടു ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മാല നിങ്ങൾക്കറിയാമോ? ലാസ്റ്റ് ഓണത്തിന് അഹാന കൃഷ്ണ ഒരു സെറ്റും മുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലവരിട്ടിരുന്ന ഒരു മാലയാണ്. അതുപോലത്തെ മാലയാണ് കേട്ടോ, കുഞ്ഞി മുത്തുമാല. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി നോക്കി വന്നതാണ്, ഇത് കിട്ടുമോ എന്ന് അറിയാനായിട്ട്. കളർ വെച്ചിട്ടുള്ളത് ഇത് പഴയ മോഡലാണ്, പക്ഷേ ആക്ച്വലി ഇതിടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് കൊള്ളത്തില്ല കേട്ടോ. ഈ ഒരു ഞാൻ എടുത്ത് കാണിച്ചത് ഭയങ്കര പഴയതായിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി അപ്പം പൊട്ടും, ആ ഒരവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പുതിയ സ്റ്റോക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓണം സമയമാകുമ്പോൾ വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. അതല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കി വാങ്ങിക്കാം. പിന്നെ ഞാൻ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടായിരിക്കും. സോ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാവേ ഓരോന്നായിട്ട്. ഇതിനകത്താണ് സാധനങ്ങളെല്ലാം ഉള്ളത്. ആ ഒരു റേസറാണ് ഞാൻ മെയിനായിട്ട് മേടിക്കണം എന്ന് കരുതി പോയത്. അത് മാത്രമേ അത്യാവശ്യ സാധനമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫാൻസി ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ഗേൾസിന് അത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. സോ ഒരു മോതിരം, ആ ഒരു റേസറിൻ്റെ കഴിഞ്ഞിട്ട് ഒരു മോതിരം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാണിച്ചത് ഫേസിൽ സാഡ് എക്സ്പ്രഷൻ വന്നത്. അത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 80 റുപ്പീസാണ് വരുന്നത്. പക്ഷെ 2-3 തവണയല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആലോചിച്ചിട്ടാണ്. പിന്നെ ഈ മോതിരം 18 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങുമ്പോൾ. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. 18 രൂപയ്ക്ക് ഈ മോതിരം എത്ര വർത്താണ്, സൂപ്പറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓവൽ ഷേപ്പിൽ ഫുൾ സ്റ്റോൺസ് വെച്ചിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് നമുക്കത് സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മിഡിൽ ഫിംഗറിൽ ഇട്ട് കൊടുക്കുകയാണ്, കാര്യം അവിടെയാണ് നമുക്ക് ഈ വലിയ സൈസുള്ള സ്റ്റോൺസൊക്കെ വെച്ച് മോതിരം ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പൊട്ടാണ് കേട്ടോ, ഇത് കളർഫുൾ പൊട്ടാണ്. എനിക്കിപ്പം അറിയാലോ നിങ്ങൾക്ക്, പൊട്ടിനോട് ഭയങ്കര ഒബ്സഷൻ ആയിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ഈ പൊട്ട് വെച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര വലുതായിപ്പോയി എന്ന്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയത്. എനിക്ക് കളർഫുൾ പൊട്ടുകൾ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. സോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 10 രൂപയായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത്. അത് 13 നമ്പർ. പിന്നെ ഇത് കുഞ്ഞി കമ്മൽ, മുന്തിരിക്കൊല പോലത്തെ കമ്മൽ എന്നാണ് ഞാൻ പണ്ട് മുതലേ ഇതിനെ പറയണേ. കുറേ ഷോപ്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കിത് കിട്ടിയിട്ടില്ല. ഉണ്ടാവും, പക്ഷെ ഞാൻ പോകുമ്പോൾ മാത്രം കാണത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു മോഡലാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കളർ എനിക്ക് കിട്ടത്തില്ല. ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് മേടിച്ച് 85 റുപ്പീസ്, 35 രൂപയായിരുന്നു കേട്ടോ ഈ കമ്മലിൻ്റെ വില വരുന്നത്. ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു ചുരിദാറിന് നല്ല മാച്ചാവും എന്ന് കരുതി വാങ്ങിച്ചതാണ്. കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അത് ബേബി ക്ലിപ്പെന്നൊക്കെ എഴുതി. എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി കാശ് അത് കണ്ടപ്പോൾ. ഇത് നമുക്കിങ്ങനെ ബാക്കിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും എന്ന്
തോന്നി. അങ്ങനെ വാങ്ങിയതാണ്. സൂപ്പറല്ലേ കാണാനായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുക. എങ്ങനെയുണ്ട് എൻ്റെ കളക്ഷൻസ്, എൻ്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ബൈ.